തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടാം ഘട്ട അന്വേഷണ സംഘം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെയും ജോയിന്റ് സെക്രട്ടറിയുടെയും മൊഴിയെടുത്തു. മലപ്പുറം ASP ഫിറോസിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാറിന്റെയും ജോയിന്റ് സെക്രട്ടറി P. ശശിയുടെയും മൊഴിയെടുത്തത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന വിവരമാണ് ചോദിച്ചതെന്ന് ഇരുവരും പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദമായി തന്നെ പറഞ്ഞു. സംഭവമുണ്ടായപ്പോൾ കളക്ടറെയും കമ്മീഷണറെയും ഫോണിൽ വിളിച്ചെങ്കിലും കമ്മീഷണർ ഫോൺ എടുത്തില്ല. കളക്ടർ വരാമെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ വന്നില്ലെന്നും വന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാറും ജോയിന്റ് സെക്രട്ടറി P. ശശിയും പറഞ്ഞു. കളക്ടറെയും SP-നും വിളിച്ചു പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് വിളിച്ചത്. പലവട്ടം SP-നെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങൊരു ഫോൺ എടുത്തില്ല. കളക്ടർ ഫോൺ എടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാം, നിങ്ങൾ നടുവിലാലിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ 1.5-2 മണിക്കൂറോളം നടുവിലാലിൽ പന്തലിൻ്റെ അവിടെ നിന്നു. ഈ കളക്ടർ എത്തിയില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോയത്. ഈ പൂരം നിർത്തിവെക്കുമ്പോൾ കളക്ടർ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും ഇത്ര സമയമെടുത്തിട്ടും അദ്ദേഹം വന്നില്ല. പിന്നീട് ഞങ്ങളെ ശ്രീമൂലസ്ഥാനത്തുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലിരുന്ന് ഒരു 2 മണിയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ എത്തുകയും അവിടേക്ക് ഞങ്ങളെ വരാൻ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പൂരപ്രേമികളും ആഘോഷ കമ്മിറ്റിവരും അതെല്ലാം ഏറ്റെടുത്ത് ഈ പ്രശ്നം വളരെ രൂക്ഷമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 വീഴ്ചകളാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായത് എന്ന് നമ്മൾ വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ട്. മന്ത്രിയെയും വിളിച്ചിരുന്നു. 2023 തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു നിശ്ചയിച്ച സമയത്തിന് മുന്നേ പൂരപ്പറമ്പിലെ വഴികളെല്ലാം അടച്ചുകെട്ടിയത്. കളക്ടർ വരാനുള്ള 2 മണിക്കൂർ വൈകിയതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് ഇരുവരും മൊഴി നൽകിയത്. TCV തൃശൂർ.